കുറേ കാലമായി രേണു സുധിയുടെ വീട് ഇങ്ങനെ പൊട്ടി ഒലിച്ചുകൊണ്ടിരിക്കുകയാണെന്നും അത് അവർക്ക് പറ്റിയ കളിപ്പായി പോയെന്നും നിരന്തരമുള്ള പ്രചരണങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ സജീവമായി നടക്കുന്നു. ഞാനെല്ലാം കാണുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ എങ്കിലും എനിക്ക് അത് കണ്ടിട്ട് എനിക്ക് വളരെ സങ്കടമാണ് തോന്നിയത്. കാരണം ഇവരുടെ ഈ പരാതിയും കാര്യങ്ങളൊക്കെ ഉന്നയിക്കുന്നത് കണ്ടപ്പോഴത്തേക്ക് വളരെയേറെ സങ്കടവും വിഷമമാണ് തോന്നിയത്. എങ്കിലും ഞാൻ അതിനെപ്പറ്റി പ്രതികരിക്കാനായിട്ടോ ഒരു വീഡിയോ ചെയ്യാനോ ഞാൻ തയ്യാറായില്ല. എന്നാൽ ഈ അടുത്ത ദിവസം രേണുവിൻ്റെ അച്ഛനും കൂടി പിതാവ് അദ്ദേഹവും കൂടി വന്നിരുന്ന് ചാനലിൽ അങ്ങ് തട്ടി വിടുക. ചാനലിന് മുമ്പിൽ ഇരുന്നുകൊണ്ട് ആ അച്ഛനെന്ന് പറയുന്ന ആ മനുഷ്യൻ മാന്യൻ ചോദിക്കുന്നു, ഇദ്ദേഹത്തിനോട് ആര് പറഞ്ഞു ഞങ്ങൾക്ക് വീട് പണിത് തരാൻ? മറ്റൊരു ചാനലുകാർ പണിത് തരാൻ തയ്യാറായിരുന്നല്ലോ. വീട് ബീമിൻ്റെ അവിടെ പൊട്ടി ഒലിക്കുന്നു, ഓടിട്ട് ശരിയായില്ല, ഒരു വശത്ത് ഓട് താന്നുപോയി, ഒരു വശത്ത് ഓട് മുകളിലായിപ്പോയി, അത് കാറ്റ് പിടിച്ചിട്ടാണ് വീട് ചോർച്ച എന്നൊക്കെ അദ്ദേഹത്തിൻ്റെ അറിയാവുന്ന ഭാഷയിൽ ഇദ്ദേഹത്തിൻ്റെ മകൾക്ക് ഏതാണ്ട് ഒരു രാജകൊട്ടാരം പണിത് തരാൻ മറ്റാരോ തയ്യാറായിരുന്നു, മറ്റേതോ ഒരു ചാനലുകാർ തയ്യാറായിരുന്നെന്നും ഇവർ പോയി ഇതിൻ്റെ ഇടയ്ക്ക് വന്ന് ഇവർ പെട്ടതുകൊണ്ടാണ് ആ സൗഭാഗ്യം ഇവർക്ക് നഷ്ടപ്പെട്ടു, ഈ തല്ലിപ്പൊളി ഒരു വീട്ടിൽ താമസിക്കേണ്ട ഗതികേട് വന്നു എന്ന രീതിയിലാണ് ആ ചാനലിന് മുമ്പിൽ വന്നിരുന്ന് വിളമ്പുന്നത്. അദ്ദേഹം ചാനലിന് മുമ്പിൽ വന്നിരുന്ന് വിളമ്പുന്നത് കണ്ടുകൊണ്ട് രോഷവുലനായി അദ്ദേഹം സംസാരിക്കുന്നത് കണ്ടിട്ടാണ് എനിക്ക് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ പ്രചോദനമായത്. രേണു ഇതിനു മുമ്പ് പരാതിയായിട്ട് വന്നപ്പോൾ ഞാൻ മൈൻഡ് ചെയ്തില്ല. കാരണം രേണു പോട്ടെ, അതിന് പ്രായപക്വത കുറവുള്ള സ്ത്രീയാണ്, പെണ്ണാണ്, അവൾക്ക് അധികം ലോകപരിചയമില്ല, അതിൻ്റെതാണ് അവൾ പറയുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കും. പക്ഷേ ഈ അച്ഛനെന്ന് പറയുന്ന മനുഷ്യൻ, രേണുവിൻ്റെ അച്ഛനെന്ന് പറയുന്ന മനുഷ്യൻ തീരെ കുഞ്ഞൊന്നുമല്ല. അദ്ദേഹത്തിന് എങ്ങനെ പോലും ഒരു 60 വയസ്സിൻ്റെ മുകളിൽ പ്രായമുണ്ട്, അതനുസരിച്ച് ലോകപരിചയമുള്ളൊരു മനുഷ്യനാണ്. ആ മനുഷ്യനാണ് വന്നിരുന്നുകൊണ്ട് വിളമ്പുന്നത്. അത് ഒരിക്കലും ശരിയായ നടപടിയല്ല, ഒലിച്ചു പോകും. ഇതിൻ്റെ ഇടയ്ക്ക് ഇവർ വേറൊരു കാര്യവും കൂടി പറയുന്നുണ്ട്. തൻ്റെ 5 വയസ്സുള്ള കുഞ്ഞിനെ ആര് നോക്കും, അതിൻ്റെ കാര്യം ആരും പറയുന്നില്ലല്ലോ, എന്നാൽ ഒരു കാര്യം ചെയ്യും, നാട്ടുകാർ വന്നിരുന്ന് നോക്കിക്കൂ, ഞങ്ങൾ മാറിത്തരാം എന്നൊക്കെയാണ് ആ മനുഷ്യൻ പറയുന്നത്. എന്തൊരു വിവരക്കെട്ട ഒരു ഭാഷയാണ് അദ്ദേഹം ഉപയോഗിക്കുന്നത്, ഒന്ന് ആലോചിച്ച് നോക്കി. ഇതിയുടെ അച്ഛനോടാണ് എനിക്ക് ചോദിക്കാനുള്ളത്. നിങ്ങൾ ഒരു കാര്യം ഓർക്കണം, ഇന്നത്തെ ഈ പ്രത്യേക കാലഘട്ടത്ത്, അല്ലെങ്കിൽ ഈ പ്രതിസന്ധി നിറഞ്ഞ ഈ കാലഘട്ടത്ത്, അതായത് നോട്ട് നിരോധനം കഴിഞ്ഞു, കൊറോണ വന്നു പോയി കഴിഞ്ഞു, ഈ 2 കാലഘട്ടവും കൂടെ കഴിഞ്ഞു കഴിഞ്ഞുള്ള സാധാരണക്കാരുടെ ജീവിതം എന്ന് പറയുന്ന അങ്ങേയറ്റം ദുർഘടമാണ്. ഒരുപാട് പേര് വീട് പണി തുടങ്ങിയിട്ട് അത് പൂർത്തിയാക്കാനാവാതെ വിഷമിച്ച് കഴിയുന്നു. ഒരു ജനതയാകട്ടെ വീട് പണിത് ആ പണി പൂർത്തിയായിട്ടില്ല, ഇനിയും വാടക കൊടുക്കാൻ മാർഗമില്ല, വീടിൻ്റെ ലോണും അടയ്ക്കാൻ നിർവാഹമില്ല. ഏതാണ്ട് ഒരു 75% വീടിൻ്റെ പണി തീർന്ന വീട്ടിൽ ഏതെങ്കിലും ഒരു മുറി മാത്രം തൽക്കാലം നന്നാക്കി എടുത്തുകൊണ്ട് ശരിയാക്കി എടുത്തുകൊണ്ട് അതിനകത്ത് താമസിച്ചുകൊണ്ടാണ് അവർ കഴിയുന്നത്. ബാക്കി വീടിൻ്റെ പണി പൂർത്തിയാക്കാൻ സാമ്പത്തികമില്ല. എന്ന് വെച്ചാൽ വീട്ടിലെ ചിലവുകൾ നടക്കണം, ഈ വരുമാനം കൊണ്ട്, അവരുടെ വരുമാനം കൊണ്ട് വീട്ടിലെ ചിലവുകൾ നടക്കണം, എടുത്ത ലോൺ അടയ്ക്കണം. മുമ്പോട്ട് ഉദ്ദേശിച്ചതിൽ കൂടുതൽ ബഡ്ജറ്റ് വന്നു. കാരണം ഒരു വീട് പണി തുടങ്ങുമ്പോഴത്തെ റേറ്റ് അല്ല, സാധനങ്ങളുടെ വിലയല്ല, മെറ്റീരിയൽസിൻ്റെ വിലയല്ല ആ പണി പൂർത്തിയാറാകുമ്പോഴത്തേക്ക് എത്തുന്നത്. മനസ്സിലായോ? വീട് പണി തുടങ്ങുമ്പോഴത്തെ റേറ്റും കാര്യങ്ങളല്ല. ഇന്നിപ്പോൾ സിമെൻറ്റിൻ്റെ വില 400 ആണെങ്കിൽ ഇന്ന് നമ്മൾ തുടങ്ങുക, ഇന്ന് 400 ആണെങ്കിൽ ഇത് കഴിഞ്ഞ് ഒരു 4 മാസം കഴിയുമ്പോഴത്തെ ആ സിമെൻറ്റിൻ്റെ വില 450. സിമെൻറ്റിന് മാത്രമല്ല, കംപ്ലീറ്റ് സാധനങ്ങൾക്കും ടോട്ടലി വിത്ത് ലേബർ ചാർജ് ഉൾപ്പെടെ ഡിഫറൻ്റ് ആണ്. അങ്ങനെ വരുമ്പോഴത്തേക്ക് അവരിട്ട ബഡ്ജറ്റിലെ സാധാരണക്കാരനെ, അല്ലെങ്കിൽ രേണുവിൻ്റെ അച്ഛനെ പോലുള്ള സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പേര്, ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ വീടിൻ്റെ പണി തുടങ്ങിയിട്ട് മുമ്പോട്ടും മേല പുറകോട്ടും മേല, ഒരു പഴഞ്ചൊല്ലുണ്ടല്ലോ, കഴിച്ചിട്ട് തുപ്പാനും വയ്യ മതിരിച്ചിട്ട് ഇറക്കാനും വയ്യ എന്ന ഒരു കടുത്ത മാനസിക സമ്മർദ്ദത്തിലൂടെയാണ് അവർ കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനത്തെ ഒരു കാലഘട്ടത്തെ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സൗഭാഗ്യം ചെയ്തു തന്നവരെ നിങ്ങൾ പുച്ഛിക്കുക. അത് പണി തുടങ്ങുന്നതിന് മുമ്പ് ആ വീടിൻ്റെ പ്ലാനും കാര്യങ്ങളെല്ലാം കാണിച്ചിട്ട് തന്നെയാണല്ലോ വീട് പണി തുടങ്ങുന്നത്. അല്ല ചുമ്മാ ഇങ്ങോട്ട് വന്നേച്ച് 5 സെൻറ്റ് സ്ഥലമൊന്നും വന്ന് വീട് പണി തുടങ്ങുക, നിങ്ങൾ അങ്ങോട്ട് മാറി നിൽക്കുക, ഞങ്ങൾ പണിത് താക്കോല് കയ്യിലോട്ട് തരാം, അന്നേരം നിങ്ങൾ ഈ പരിസരത്ത് വന്നാൽ മതി, അല്ലാതെ നിങ്ങളുടെ അഭിപ്രായമൊന്നും ഇവിടെ ആവശ്യമില്ല, നിങ്ങൾ അങ്ങോട്ട് മാറി നിൽക്കുക, നിങ്ങളുടെ ആചാരം വിശ്വാസങ്ങൾ, കട്ടള വയ്ക്കൽ, അല്ലെങ്കിൽ അടുക്കളയുടെ എന്താ പറയുക, ആ സ്ലാബ് പണിയുമ്പോഴത്തേക്കുള്ള ഒരു ആചാരങ്ങൾ എന്ന് വേണ്ട തറക്കല്ലിടി, ഇതൊന്നും നിങ്ങൾ ചെയ്യാൻ പറ്റുകയല്ല, ഞങ്ങളാണ് ചെയ്തു തരുന്നത്, ഞങ്ങളതിന് കാശ് മുടക്കുന്നത് എന്നും പറഞ്ഞ് നിങ്ങളെ അന്ന് വിലക്കിയില്ലല്ലോ. അന്നേരമൊക്കെ നിങ്ങൾ കൂട്ടത്തിലുണ്ടായിരുന്നതല്ലേ, അതിൻ്റെ പ്ലാനും സൈറ്റ് പ്ലാനും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടതല്ലേ. അന്ന് നിങ്ങൾ പറയണമായിരുന്നു ഞങ്ങൾക്ക് ഇതല്ല വേണ്ട, ഇതിനേക്കാളും നല്ലൊരു വീട് ഞങ്ങൾക്ക് ഓഫർ ചെയ്തിട്ടുണ്ട്, ഞങ്ങൾക്ക് അത് മതി, നിങ്ങൾ തൽക്കാലം ഇത് ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങളുടെ പേരും പറഞ്ഞ് നിങ്ങൾ പണിയുകയും വേണ്ട, നിങ്ങൾ വേറെ ആർക്കെങ്കിലും കൊടുത്തോ എന്ന് അന്തസ്സുണ്ടായിരുന്നെങ്കിൽ അന്ന് പറയണമായിരുന്നു. അല്ലാതെ അതും അല്ലെങ്കിൽ ഈ വീട് താമസിക്കാൻ വാസയോഗ്യമല്ല, അതുകൊണ്ട് ഞങ്ങൾ ഈ വീട് തിരിച്ചു കൊടുക്കുന്നു എന്നും പറഞ്ഞ് നിയമാനുസൃതം നിങ്ങൾ തിരിച്ച് എഴുതി കൊടുത്തിട്ട്
എവിടെയാണെന്ന് വെച്ചാൽ ഗവൺമെൻറ്റിൻ്റെ കീഴിലാണോ അല്ലെങ്കിൽ മറ്റുള്ള രീതിയിലാണോ സോഷ്യൽ സർവീസിൻ്റെ കീഴിലാണോ എവിടെയാണെന്ന് വെച്ചാൽ അവർക്ക് നിങ്ങൾ റെക്കോർഡിക്കലായിട്ട് എഴുതി കൊടുത്തിട്ട് നിങ്ങൾ അവിടെ നിന്ന് മാറണമായിരുന്നു. അല്ലാതെ ചാനലിൽ കയറി ഇറങ്ങിയിരുന്ന് ഇത്തരം തള്ളി ഇത്തരം നല്ല കാര്യങ്ങൾ ചെയ്യുന്നവരുടെ ആക്ഷേപിക്കുന്ന തരത്തിലുള്ള നിങ്ങളുടെ ഈ അപ്പൻ്റെയും മകളുടെയും സ്വഭാവം ഉണ്ടല്ലോ, അത് ഒരിക്കലും ശരിയായ നടപടിയല്ല. അവർക്ക് അല്ലെങ്കിൽ ഇതിന് സ്ഥലം തന്നവരാവട്ടെ അല്ലെ പണിത് തന്നവരാവട്ടെ അവർക്ക് ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ തോന്നിയത് നിങ്ങൾക്ക് ഈശ്വരൻ്റെ ഒരു കാരുണ്യത്തിൻ്റെ ഭാഗമായിട്ടാണ്. ദൈവം തന്ന ഒരു സൗഭാഗ്യമാണ്. ആ സൗഭാഗ്യത്തിൽ കയറി ഇരുന്നുകൊണ്ട് നിങ്ങൾക്ക് അതിൻ്റെ വിമർശനം നടത്തുക എന്ന് പറയുന്നത് തെറ്റായ നടപടിയാണ്. നിങ്ങൾ ഈ തൽക്കാലം ഇപ്പോൾ പണമുണ്ടല്ലോ, ഈ പോയ ഓട് നന്നാക്കാനും പൊട്ടിയ ഭാഗം ശരിയാക്കാനും നിങ്ങൾക്ക് പണമുണ്ടല്ലോ. അങ്ങറ്റം പോയാൽ എല്ലാം കൂടെ ഒരു 25,000 രൂപയുടെ എക്സ്പെൻസ് തരും. വേണ്ട 50,000 രൂപ കൂട്ടിക്കോ, 25,000 വേണ്ട 50,000 രൂപ കൂട്ടിക്കോ. നിങ്ങളുടെ കയ്യിലുണ്ടല്ലോ, നിങ്ങൾക്കത് ആ 50,000 രൂപ മുടക്കി ഒന്ന് നന്നാക്കി എടുത്തൂടെ? അതൊക്കെയല്ലേ ചെയ്യേണ്ടത്. പിന്നെ ഇത്തരം ചോർച്ചകൾ വരുന്നത് അല്ലെങ്കിൽ ഇത്തരം കംപ്ലൈൻറ്റുകൾ വരുന്നതിന് കാരണം രണ്ടാണ്. ഒന്ന് പാറപ്പൊടി, മണലല്ല പാറപ്പൊടിക്ക് അമിതമായ ചൂട് താങ്ങാനുള്ള ശേഷിയില്ല. അമിതമായ ചൂടുള്ള കാലത്ത് ഈ സാധനം വിണ്ട് കീറും. ഇപ്പോഴത്തെ ചൂട് കാലാവസ്ഥ എന്ന് വെച്ചാൽ അറിയാമല്ലോ, ചുട്ടുപൊള്ളുന്ന വെയില അല്ലേ. 1 കിലോ ബീഫ് ഞുറുക്കി നമ്മൾ വീടിൻ്റെ മുകളിൽ ഉണങ്ങാനിട്ട് കഴിഞ്ഞാൽ 12 മണിക്കൂർ വേണ്ട, 10 മണിക്കൂർ കൊണ്ട് തന്നെ ഈ സാധനം ഡ്രൈ ആയിട്ട് ഉണങ്ങിയിട്ട് അത്രത്തോളം ചൂടാണ് ഇപ്പോഴത്തെ കാലാവസ്ഥ. ആ ചൂടും പാറപ്പൊടിയായിട്ട് പറ്റുകയില്ല. മറ്റൊന്ന്, ഈ വടക്കേ ഇന്ത്യക്കാരാണ് കൂടുതലും വന്ന് പണിയുന്നത്. ഇപ്പം നമ്മുടെ നാടൻ കല്ലുപണിയാരല്ല, മേസ്ത്രിമാരല്ല, വടക്കേ ഇന്ത്യക്കാരാണ്. അവരുടേതായ പണിയിൽ വ്യത്യാസങ്ങളുണ്ട്, അവരുടെ ശൈലിയിൽ വ്യത്യാസമുണ്ട്. ആ പണിയുടെ അപാകത, ഇങ്ങനെയുള്ള ചെറിയ തെറ്റുകളാണ്. ഇതൊരു തെറ്റായിട്ടും നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റുകയില്ല. പ്രത്യേകിച്ചും നിങ്ങൾക്കറിയാവോ, ലക്ഷങ്ങൾ സ്വന്തമായിട്ട് മുടക്കിയിട്ട് പണിത് വെച്ചിരിക്കുന്നവൻ്റെ വീട് വരെ ചോരുന്നുണ്ട്. അത് ചിലപ്പോൾ 1 വർഷം കൊണ്ടായിരിക്കുകയില്ല, 3 വർഷം കൊണ്ടോ 2 വർഷം കൊണ്ടോ ആയിരിക്കും. എന്നും പറഞ്ഞ് പണിത കോൺട്രാക്റ്റ് അയാൾ ചീത്ത വിളിക്കുന്നില്ല, പണിത പണിക്കാരെ ചീത്ത വിളിക്കുന്നില്ല, അവരുടെ മുകളിൽ വിമർശിക്കുന്നില്ല. അവരെന്നെ ചതിച്ചു, അവർ പറയുന്ന പൈസ ഞാൻ കൊടുത്തിട്ടാണ് ഇത് ചെയ്തത്, എന്നിട്ട് അവരെന്നെ ചതിച്ചു എന്ന് കുറ്റം പറയുന്നില്ല. എന്നിരിക്കെ ഇതൊന്നും ചെയ്യാതെ അല്ലെങ്കിൽ ഇതൊന്നും മുടക്കാതെ നിങ്ങൾ ആ സൗഭാഗ്യങ്ങൾ അനുഭവിച്ചുകൊണ്ട് അതിനകത്തെ ചെറിയ പോരായ്മകളെ ഈ ചാനലിൽ കയറി ഇറങ്ങി ചൂണ്ടിക്കാണിച്ച് വിമർശിച്ച് ഈ തന്നവരെ മാനസികപരമായി വേദനിപ്പിക്കുന്ന എന്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്നാണ് എനിക്ക് മനസ്സിലാകാത്തത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.